നമസ്കാരം. നേരിമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി ദിനാഘോഷം നടത്തി. നേരിമംഗലം ഗാന്ധി സ്ക്വയറിൽ നടന്ന ചടങ്ങ് മുൻ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിയെ തിരസ്കരിക്കുന്ന ഒരു കാഴ്ചയാണ് ഭരണകൂടങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നതെന്നും ഗാന്ധിഘാതകരെ വെള്ളപൂശുകയും ഗാന്ധിയെ വെടിവെച്ചു കൊന്ന നാഥുറാം വിനായക ഗോഡ്സെയ്ക്ക് അമ്പലം പണിയുകയുമാണ് ഇവർ ചെയ്യുന്നതെന്നും ഗാന്ധി മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നതെന്നും സൈജൻ ചാക്കോ പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് ജെയ്മോൻ ജോസ് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് PR രവി, ലിനോ തോമസ്, ജിംസിയ ബിജു, MS റസാഖ്, PN വിജയൻ, റഷീദ് പുള്ളിക്കുടി, നൌഷാദ് ബോബിന, ഷിജു വെള്ളിപ്പന, ഫ്രാൻസിസ് ചാലിൽ, ജിംസ് VA, അബ്ദുൾ കരീം, അജി കരിമ്പരക്കൽ, KG മധു, ജോസ് ആവോലിച്ചാൽ, KM ഷമീർ, അൽത്താഫ് മുഹമ്മദ്, ജോസഫ് മാത്യു, മാർട്ടിൻ നീണ്ടപാറ തുടങ്ങിയവർ സംസാരിച്ചു. നാഥുറാം വിനായക ഗോഡ്സെയ്ക്ക് വേണ്ടി അമ്പലം പണിയുന്ന വർഗീയ ഫാസിസ്റ്റുകൾ ഇന്ത്യ ഭരിക്കുമ്പോൾ നമ്മളെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും വലിയ ആശങ്കയിലാണ്. മഹാത്മാഗാന്ധിയെക്കുറിച്ച് ലോകത്തുള്ള പുതിയ തലമുറയെല്ലാം വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ അമേരിക്കയിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പഠിക്കുവാനും ഗാന്ധിയുടെ രീതികൾ അത് ലോകത്തിന് മാതൃകയാണെന്ന് പറയുവാനും മടി കാണിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഓരോ ഇന്ത്യക്കാരൻ്റെയും അഭിമാനമാണ്. നമുക്കറിയാം, അഹിംസ എന്ന മുദ്രാവാക്യവുമായി ഒരു വലിയ ശക്തിക്കെതിരെ പോരാടി നമ്മുടെ രാജ്യത്തിൽ നമ്മളിന്ന് അനുഭവിക്കുന്ന ഓരോ സ്വാതന്ത്ര്യവും നമുക്ക് നേടിത്തന്നത് മഹാത്മാവാണ്. അദ്ദേഹത്തെ മഹാത്മാവ് മാന്യമായ ആത്മാവ് എന്നുള്ളതാണ് മഹാത്മാവിൻ്റെ അർത്ഥം. അദ്ദേഹം ഈ ലോകമുള്ളിടത്തോളം കാലം, ഇന്ത്യ ഉള്ളിടത്തോളം കാലം ഓരോ ഇന്ത്യക്കാരനും എന്നും ജ്വലിക്കുന്ന ഓർമ്മയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ ആ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ 1000 വസ്ത്രപുഷ്പങ്ങളിൽ അർപ്പിക്കുന്നു. ഇന്ന് നമുക്കറിയാം, വലിയ അധിനിവേശ പ്രശ്നങ്ങളും വലിയ സംഭവങ്ങളൊക്കെ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിരവധി പരിപാടികളാണ് സദ്ഭാവനാ ദിനമായി ആചരിക്കുന്ന ഈ ദിവസങ്ങളിൽ നടക്കുന്നത്. മഹാത്മാഗാന്ധി എന്നും നമ്മുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കട്ടെ. നമുക്ക് അഭിമാനത്തോടെ ലോകത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ മഹാത്മാവുണ്ടെന്നുള്ള സത്യം ഓരോ ഇന്ത്യക്കാരനും ഗാന്ധി മൂല്യം